T47 വേഴ്സസ് TJ വാർ ഉണ്ട്. നമുക്ക് കണ്ടിട്ട് കയറാൻ വേണം. നല്ല വാറായിരിക്കും, നോക്കാം. ഒരു സെക്കൻഡ് ഗൈസ്. ഇതിന് പിന്നിലുള്ള ഒരു ഉദ്ദേശം ടീച്ചറുടെ വെഹിക്കിൾസിന്റെ ടയർ എല്ലാം പോയി. ടീച്ചർ കൊമ്പൻ അവിടെ മീഡിയം സെൽഫ് വീഡിയോ കാണിച്ചു അവിടെ. എടാ മിസ് ബോയ്, ആ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യ്. ഞാനോ അല്ല വീഡിയോ ആയോ ഇത്? ഇവിടെ ലൈവ് ഇട്ടില്ലല്ലേ? ഹലോ, എന്നെ കൊണ്ടുപോയാലോ? ചെയ്ത് കഴിഞ്ഞു. ചെയ്തു. ഇനി എന്താ കേട്ടാ? ഇതെന്താ വീഡിയോ ആയോ? TJ കൊമ്പൻ വീഡിയോ. അല്ല ഗൈസ്, നല്ല വാറായിരിക്കും. രണ്ട് ഗെയിം കളിക്കുന്നവരാ. രണ്ടുപേരും അറിയാലോ. TJ നമ്മുടെ അടുത്ത് വീണിട്ടുണ്ടെങ്കിലും അവര് സിറ്റിയിൽ കളിക്കുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ രണ്ട് മുട്ട പൊരിച്ചിട്ട് വരാം. സമയമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. മുട്ട പൊരിച്ചിട്ട് പൊരിക്കാനാണോ പിടിക്കാനാണോ ചേട്ടാ? പിടിക്കാനുള്ളത് ഞാൻ അയച്ചു തരാം. പൊരിക്കാനുള്ളത് ഞാൻ കഴിക്കുമ്പോ കാണിച്ചു തരാം. എങ്ങനെ വീഡിയോ എങ്ങനെയാ കാണിക്കാൻ വരാൻ പറഞ്ഞു. ആൽവിന, താങ്ക് യു സോ മച്ച് ഫോർ 10 ഈഗിൾ ഗിവിംഗ് മെമ്പർഷിപ്പ് അഗൈൻ. ആൽവിന, കൊമ്പനോട് താങ്ക് യു സോ മച്ച്. വീഡിയോ ടയർ എല്ലാം പോയി. TJ കൊമ്പൻ അവിടെ എന്നൊരു കൗണ്ടിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഡൗൺ TJക്ക് നല്ലൊരു അടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെഹിക്കിൾസിന്റെ ടയർ എല്ലാം പോയി. TJ കൊമ്പൻ പുതിയ ഡൊണേറ്റർ ആണ്. അതെ. ആൽവിന, താങ്ക് യു സോ മച്ച്. ആൽവിന മീൻസ് എ ലോട്ട്. നോക്കി ഇറങ്ങിയിട്ടില്ല. ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി, അതാണ് വീഡിയോ. എടാ അത് പറയാൻ പറ്റത്തില്ലടാ. കാരണം എന്താന്ന് പറയട്ടെ, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ വണ്ടിയുടെ ഡോറിന്റെ അടുത്തൊക്കെ നിൽക്കുവാണെങ്കിൽ ആ സമയത്ത് നേരെ വന്ന് വണ്ടിയിൽ പിറ്റ് ചെയ്താല്, നമ്മളിപ്പോ നമ്മുടെ വണ്ടി തന്നെ തട്ടി മരിച്ചാലും അത് വണ്ടി ഇടിക്കുമ്പോൾ മരിക്കുന്നതാ. അത് സിറ്റുവേഷനിൽ ഉണ്ടാവൂടാ. അത് പലവട്ടം കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ വരും. അത് POV കാണിച്ചാൽ ചിലപ്പോൾ കയറ്റും, ചിലപ്പോൾ കയറ്റത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ. അതെന്താ? ഹലോ, പുള്ളിയുടെയാ? ഒന്നുമില്ല. അതെന്താ പറയാ, അതെനിക്ക് പെട്ടെന്ന് റിലേറ്റ് ആയെന്ന് പറയാം. ഇവര് കനോജോടെ കാര്യം പറഞ്ഞ VR കനോജയിലെ വോയിസ് ആക്ടറുടെ സൗണ്ട് ഇങ്ങനെയാ. സൂപ്പർ. പുള്ളിയുടെ POVയില് ഇത് കണ്ടോ? സിറ്റി വിളറി വെളുത്ത് ഇതിട്ട് ഇങ്ങനെ ഇരിക്കണത്. വണ്ടിയെല്ലാം ഭയങ്കര പിക്സലേറ്റഡ് ആയിട്ടൊക്കെ കാണുന്നത്. 37 FPS ഉള്ളല്ലേ അതിനകത്ത്. അത് നല്ല ലോയിലായിരിക്കും. ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 5 ഈഗിൾ ഗിവിംഗ് മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. താങ്ക് യു. അണ്ണ ഫുള്ള് കളിച്ചോ? ഇല്ലടാ. എടാ അതിങ്ങനെ ഓരോ പറയണ അഡ്മിന് ഒരു PC യോ? ഇവിടെ ഉള്ള പിള്ളേർക്ക് PC വെച്ച് കൊടുത്തില്ല മൊത്തത്തില്. കളിക്കാട്ടോ. അതെ. അല്ലടാ, നിനക്കിപ്പൊ ഞാൻ എക്സാമ്പിൾ, ഞാൻ നാളെ ഒരു PC മേടിച്ചെന്ന് വിചാരിച്ചോ മെസ് പോയി? അല്ല, നിനക്കത് കൊണ്ടുവെക്കാൻ പറ്റൂലല്ലോ. ഇല്ല. ഇന്ന് കൊറേ ഇറക്കി കേട്ടോ. മതി. താങ്ക് യു സോ മച്ച്. ലാപ്പറെ തോളത്തിട്ട് നടക്കാറുണ്ടോ? അപ്പൊ ഒരു 40-50 സീരീസ് ലാപ്പ് മേടിച്ചിറങ്ങി നിനക്ക് 3 ലക്ഷം രൂപ വേണം. വേണ്ട 2 ലക്ഷം. 2 മതി. 2 മതി. മിനി PC മതിയോടാ, മിനി PC. 30 കിലോ ദുബായിലേക്ക് കൊണ്ടുവരാൻ 30 കിലോ PC തന്നെയാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 5090യുടെ ലാപ്ടോപ്പിന്റെ ഇത് കണ്ടായിരുന്നു. 4.5 ലക്ഷം രൂപയെന്ന്.
അയ്യോ അത് ഒത്തിരി എണ്ണ 5090 ലെനോവോ ലീജിയൻ 4.5 ലക്ഷം വന്നു. അയ്യോ അതൊക്കെ ഒത്തിരി നമുക്ക് വില മേടിച്ചാല് 2 വർഷത്തേക്ക് പോകുള്ളൂ. അയ്യോ അതല്ലേ നിനക്ക് എടുക്കുന്നില്ല. അതൊന്നും നിനക്ക് വേണ്ടാന്ന്. ഓ, അത് വേണ്ടാന്ന് കേട്ടോ, അവരത് വേണ്ടാന്ന്. ലീജിയൻ ആക്ച്വലി ഞാൻ പറയാനുള്ളൂ, ലീജിയൻ സീരീസ് ലെനോവോടെ കംബാക്ക് ആയിരുന്നു ലാപ്ടോപ്പിലേക്ക്, പറയാതിരിക്കാൻ വയ്യ. അതായത് അസ്യൂസ് റോഗ് സ്ട്രിക്സിന്റെയും ഏലിയൻ വെയറിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് അവര് പിടിച്ച് വന്നത് ശരിക്കും പറഞ്ഞാൽ ലീജിയനല്ല. ലീജിയൻ എന്റെ അഭിപ്രായത്തിൽ ഭയങ്കര, എനിക്ക് അത്യാവശ്യം ഭയങ്കര, കാരണം ഞാൻ അനിയന് വാങ്ങിച്ചു കൊടുത്തതാ. അവൻ ഇപ്പോഴും, അവൻ ഏതാ മേടിച്ചു കൊടുത്തത്? 3080 ഞാൻ മേടിച്ചു കൊടുത്തത്. ഇപ്പൊ ഒരു 2-2.5 വർഷമായി. അവൻ ഇപ്പോഴും വാലറിന്റെ ഒക്കെ 180-200 FPS ഉണ്ട്. അവൻ ഇപ്പോഴും ആ ഒരു റേഞ്ച് FPS കിട്ടുന്നുണ്ട്. അവൻ വാലറിന് കളിക്കുന്ന കണ്ണൻ, അവൻ കളിച്ചോണ്ടിരിക്കണതാ. നല്ല FPS കിട്ടുന്നു ലീജിയനിൽ. എനിക്ക് ഇതറിഞ്ഞൂടാ, GT ഒന്നും അറിഞ്ഞൂടാ, വാലറിന്റെ ഒക്കെ നല്ല ഇത് കിട്ടുന്നുണ്ട്. PS5 ആണ് എന്തുകൊണ്ട് ലാഭം ബ്രോ? ഈ PS5 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. PS5ന് നിങ്ങൾ PC ഗെയിംസ് എല്ലാം ഒന്നും കളിക്കാൻ പറ്റത്തില്ല ഈ ഇതിനകത്ത്. പിന്നെ ഈ കൺട്രോളറിൽ കളിക്കാന്ന് പറയുന്നത് അത്രയ്ക്ക് സുഖമുള്ളൊരു കാര്യമല്ല. അത് സുഖമുണ്ട്, ഇങ്ങനത്തെ ഗെയിംസ് കളിക്കാൻ ഒരു സുഖം കിട്ടത്തില്ല. വേറെ PUBG PC വാലറിന്റെ ഇല്ലല്ലോ. ഞാൻ കൊടുത്തോളാം. വാലറിന്റെ ഇല്ല, PUBG PC ഉണ്ട്. നിങ്ങളെ മറ്റേ ഈ മലയുടെ മലയ്ക്ക് പോക്കട്ടെ. ഓക്കെ വാലറിന്റെ ഇല്ലെന്ന് തോന്നുന്നു. വാലറിന്റെ ഉണ്ടോ? ഉണ്ടോ? നിങ്ങളോട് പ്ലെയറിനെ കയറ്റാൻ പറ്റില്ല. ആള് POV ഇല്ല. 30 days PvP ബാൻ ഇട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞ കൊമ്പനെ 30 years BP ബാക്ക് ഇട്ടറാ കൊമ്പനാ. POV ഇല്ല, സ്വന്തമായിട്ട് വീഡിയോ മനുഷ്യൻ 30 ദിവസം PvP ബാന്. താങ്ക് യു സോ മച്ച് ഗേൾ ഓഫ് ടുഡേ. താങ്ക് യു സോ മച്ച് മായാവി. മെമ്പർഷിപ്പ് ആരെടുത്തായിരുന്നടാ? മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച്. ഈ ഓഫ്ലൈനിൽ വാർ കളിക്കാൻ കയറുമ്പോ ഇങ്ങനത്തെ സീനൊക്കെ വരും. അതാണ് പ്രശ്നം. അതാണ് നമ്മൾ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഓപന്മാരുടെ എല്ലാം റേഡിയോയിൽ പറയണത്. എക്സ്റ്റാറ്റ് നോക്കിയേടാ, എനിക്ക് നോക്കാൻ പറ്റില്ല, അത് ഉള്ളി നോക്കണം. ഞാൻ ടീ ഞെക്കണ 2 വട്ടം ഞാൻ ടീ ഞെക്കിയേ. നോട്ട് റെഡിയോ എന്തോ പറ്റിയടാ? ജോക്കി VDM-ല് ചത്തുപോയി കൊമ്പൻ. അപ്പൊ തന്നെ T/ ഇതിനകത്ത് വാർച്ചാറ്റില് VDM വിളിച്ചു. അപ്പൊ അഡ്മിൻ ഹോൾഡ് ഇട്ട് എന്നിട്ട് VC വിളിപ്പിച്ചപ്പോ കൊമ്പന് POV ഇല്ല. ഇതിപ്പോ ചത്തും പോയി, വാറിന്ന് വലിച്ച് വെളിയിൽ വിട്ട് 30 ദിവസം PvP ബാനും. ഹോൾഡ് മാറാൻ 2 മിനിറ്റ്. അടുത്ത ഇതില് റെഡി ആയിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. അതരണി, അതായത് നമ്മള് 2 മിനിറ്റ് ടൈം പ്ലെയറിനെ തിരിച്ചു കയറാനുള്ള ടൈമാണ്. ഓക്കെ, അത് അടുത്ത റെഡി ചോദിക്കുന്നതിൽ പ്ലെയർ കയറിയിട്ടില്ലെങ്കിലും നിങ്ങൾ റെഡി അടിക്കണം. തിരിച്ചു കയറാൻ പറ്റുമോ? അപ്പോ മായാവി ഗെയിമർ താങ്ക് യു സോ മച്ച്. അവരുടെ ടീമിൽ കത്തിപ്പോയതാണല്ലേ? മീനുകുട്ടി ഡിസ്കോഡ് ഇരിപ്പുണ്ടോ? ഇത് മീൻകുട്ടിയല്ല, ഇത് ഈ പുള്ളിയുടെ മറ്റേ അലേർട്ട് സൗണ്ടാ. അണ്ണന്റെ എന്താ വാർ നോക്കട്ടെ. ഒരുത്തന്നെ കൊല്ലുന്ന കണ്ടായിരുന്നു. ഞാൻ കുറച്ച് വിഷയടിയായിരുന്നു. എന്നെ പുറകിന്ന് ഒരുത്തിനെ എടുത്തിട്ട് ഞാൻ ചത്ത പുറകിന്ന് എന്നെ. പക്ഷെ 4 വാക്കിന് അടിച്ചു കളഞ്ഞത് തന്നെ. പക്ഷേ എനിക്ക് കൂടുതൽ പിക്കുള്ളത് പ്രീവാറില്ല. പ്രീവാറിലെ വ്യൂ ഉണ്ടാകും. 2 പിക്കാണ് പ്രീവാറില്. വാറിൽ 1 പിക്കേ ഉള്ളു. എന്തിനാ വെറുതെ മറ്റുള്ള ഗാങ്സിനെ ഇതാക്കി വിടുന്നേ? വെറുതെ അൺവാണ്ടഡ് ആയിട്ട് ഇങ്ങനെ. ഞാൻ ഇത്രയും ദിവസമായിട്ട് സിറ്റി കയറുന്നുണ്ടേ. ഞാൻ നിങ്ങളോട് ഓൾറെഡി നേരത്തെ ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. ജോക്കി ഞാൻ ജോക്കിയുടെ ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു കേട്ടാ. ജോക്കി TG-യിലുള്ളവര് തെറി പറയണമെന്ന് പറഞ്ഞിട്ട്
എന്തോ പറഞ്ഞത് ഭയങ്കര മോശം എന്നൊക്കെ പറഞ്ഞ് ജോക്കി ലൈവിൽ ഇടയ്ക്ക് കാണാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. ഓ ഞാൻ മറ്റേ വാസ്കോനെ മോനെ ഇങ്ങനെ തെറി വിളിക്കല്ലേ കുട്ടാന്ന് പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞുണ്ടല്ലോ ജോക്കി. അതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. ജോക്കി അത് വായിക്കണ്ട, ജോക്കിക്ക് ചിലപ്പോ വിഷമം വരും, RP ഇനാക്റ്റീവ് ആവും. ജോക്കി കമന്റ് സെക്ഷൻ വായിക്കണ്ട. അവര് പറയുന്നതിലും കാര്യമുണ്ട്. അവന്മാര് മാത്രമല്ല നമ്മുടെ സൈഡിൽ നിന്നുണ്ട് ഈ തള്ളക്കി വിളി നന്തക്കി വിളി. ഞാൻ വായിച്ചായിരുന്നു. ആദ്യം അണ്ണന്റെ മോനെ പോയി നേരെയാക്ക്. അനാത്തുള്ളവനൊന്നും തെറി വിളിക്കത്തില്ലേ? അതാ ഞാൻ പറഞ്ഞത് അവന്മാര് മാത്രമല്ല നമ്മുടെ സൈഡിൽ നിന്ന് നല്ല വിളി വന്നിട്ടുണ്ട് ആ സമയത്ത്. മനസ്സിലായത് അന്നത്തെ ജോക്കി. ഞാനൊരു 15 ദിവസം വാൻ മേടിച്ചിരുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആണ് ജോക്കി ചെയ്തത്. എനിക്ക് തന്തയ്ക്ക് വിളിച്ചതിന് ഒരു 15 ദിവസം എനിക്ക് അറിഞ്ഞില്ലല്ലോടാ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേ നമ്മുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഗുണദോഷിക്കാൻ പോകുന്നില്ല. ഡൗട്ട് ചോദിച്ചിട്ടാണോ? പറടാ. ഇവിടെ ഓക്കെ നല്ല രീതിക്ക് ഫിറ്റ് ചെയ്ത് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അണ്ണന് വേറെ ഞാൻ പോകും. ഞാൻ മര്യാദക്ക് കളിച്ചിരിക്കും. പിന്നെ കക്കൂസ് പോയി 4-5 വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സാധനം അത്. എന്താ പറയാ ജോക്കി, ഞങ്ങളില്ലാതെ ജോക്കി ഒരു സിറ്റുവേഷനിൽ പോകത്തില്ലല്ലോ. അഥവാ നമ്മളുള്ളപ്പോഴേ നമ്മുടെ പിള്ളേർ ആരെങ്കിലും ജോക്കിയോട് ഉണ്ടാവും. ഇൻ കേസ് ജോക്കിയെ എടുത്ത് ഒരുത്തം കുണയ്ക്കുവാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തം കുണച്ച് അത് ഗ്യാങ് സിറ്റുവേഷൻ ആക്കിക്കോളാം. അത് ജോക്കി അല്ലാതെ സിറ്റ് ഇവിടെ അങ്ങനെ ഒരുത്തം കൊണ്ടുപോയി അത് കാണണം ജോക്കി. പിന്നെ അവന്മാരെ നമ്മൾ ഇല്ല ജോക്കി കൊണ്ടുപോയില്ല. ഞാൻ ഉറപ്പായിട്ട് പറയാം ജോക്കിയെ കൊണ്ടുപോയില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ജോക്കിയെ വന്ന് ഒരുത്തം കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോട്ടെ അടിച്ചിട്ടിട്ട്. അങ്ങനെ കൊണ്ടുപോകത്തില്ല അവൻ എന്തായാലും, അത് ഞാൻ ഉറപ്പ് പറയാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗ്യാങ് റോൾ ഇല്ലാത്ത എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് അവർ എന്ത് കാണിക്കാനാ? അതാ ഞാൻ പറഞ്ഞ, അതുകൊണ്ട് ജോക്കിയെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഗ്യാങ് റോൾ ഇല്ലാത്തോണ്ട്. ഗ്യാങ് റോൾ ഉണ്ടെങ്കിൽ ചെയ്യൂല. ഓ അങ്ങനല്ലേ? ഗ്യാങ് റോൾ ഇല്ലാത്തോണ്ടാണ് അത് പറഞ്ഞത്. കാരണം ഇപ്പൊ സിറ്റിസൺ സിറ്റുവേഷനിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്താൽ നമുക്ക് ഗ്യാങ് സസ്പെൻഷനാ. ഗ്യാങ് സസ്പെൻഷൻ. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴേ, ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ജോക്കി എന്ന് പേര് വിളിച്ചൊരുത്തും പറയുവാണെങ്കിൽ നീ എന്താ വാസു എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാനങ്ങ് ചൂടാവൂലേ അപ്പോഴേ. അത് ഞാൻ എന്റെ സിറ്റുവേഷൻ എടുക്കും. പിന്നെ താമസിക്കാതെ ഒരുത്തിനെ അങ്ങോട്ട് മാറ്റിയിട്ട് തരണം കേട്ടാ. പിന്നെ ഉറപ്പായിട്ട് തരാം. സേഫ് അല്ല. ഒരു കാര്യം പറയട്ടെ, ബാങ്കാക്കോട്ടിന് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത്. സീരിയസ്ലി എന്നെ എങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അത് മേടിച്ചിട്ട് എഫക്റ്റ് അടിച്ചിട്ട് ഞാൻ പോവും. അതിനുള്ള ധൈര്യമൊന്നും ഇല്ല യോഗ്യന്മാർക്ക്. ഇത്രയൊക്കെ മെസ്സൊക്കെ അടിച്ചിട്ട് ഞാനൊരു 3 ദിവസം ബാംഗ്ലൂർ കോൺസേർട്ടിന് പോകുമ്പോ ജോക്കി അവിടെ കക്കൂസ് എന്നെ കൊണ്ടുപോയാലും ഇത് തന്നെ നടക്കത്തുള്ളൂ. മനസ്സിലായോ? നടക്കത്തുള്ളൂ. അണ്ണ എന്നാ വരുന്ന? എടാ ഞാൻ നാളെ വെളുപ്പിന് ഫ്ലൈറ്റ്. നാളെ അല്ല, ഐ മീൻ ഇന്ന് രാത്രിയിലത്തെ ലൈവ് കഴിഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഡൗട്ടാണ്. ഈ സിറ്റുവേഷൻ നമ്മൾ ഒരുത്തനെ ട്രിഗർ ചെയ്യാറ് ചുമ്മാ വന്നിട്ട് വണ്ടിക്കകത്ത് കയറ്റി കൊണ്ട് ഇതെടുത്തോണ്ട് പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. അതാണ് ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ചിട്ട് നീ ഹോസ്റ്റേജ് ആണെന്ന് പറയാൻ എടാ എന്തൊരു പറയുന്നത്. എന്റെ കൂടെ 26 മണിക്കൂർ സ്വന്തം സഹചാരമായിട്ട് TV-യിലോ അപ്പാപ്പനുണ്ട്, മറ്റേ ജോണി പാപ്പനുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. ആരും വന്നില്ലേലും അവരായാലും വരും. നമ്മളില്ലെങ്കിൽ KV ആയാലും വന്നടിക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല അതില്. ഈ 2 ഗ്യാങ്ങിനെ അടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവന്മാരുണ്ടെങ്കിൽ നിങ്ങളെ 2 പേരും കൊണ്ടുപോട്ടെ ജോക്കി. അത്രേ ഉള്ളൂ. തുടങ്ങില്ലല്ലോ എന്നെ. അത് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോ ഒരു 3-4 ഗ്യാങ് ഒരുമിച്ച് നിന്നാലും പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ അടിക്കൂലേ ജോക്കിക്ക് പപ്പാപ്പനും വേണ്ടിട്ട്. അല്ല എന്നെ തട്ടിക്കൊണ്ടു അങ്ങേര് സമ്മതിക്കണ്ടേ? അതെ. എടാ പക്ഷെ അവൻ വിഷയ RP പ്ലെയർ ആട്ടോ. ജോക്കി KVയിലെ മോസ്റ്റ് ഓഫ് ദ എല്ലാരും അങ്ങനെ തന്നെയാ. ഇപ്പൊ പുതിയതായിട്ട് PvP എടുത്ത പ്ലേയേഴ്സ് അല്ലേ ഞാൻ പറയണ. OG KV മെമ്പേഴ്സ് എല്ലാരും RP ചെയ്യും. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ സുമതിയമായി വരെ പറയും. അങ്ങനെ അവർക്കൊക്കെ RP ഭയങ്കര കഴിവുണ്ട്. എത്ര പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സൗണ്ട് തോമ, സുമതി അമ്മായി, അപ്പാപ്പൻ, ഇപ്പൊ ജോണി അപ്പാപ്പൻ, ഹിറ്റ്മാൻ, എല്ലാരും ചെയ്യും RP അവിടെ. ഞാൻ മെനിങ്ങാന്നാട്ടോ അറിയുന്നേ. ഞാൻ വിചാരിച്ച പുള്ളി മൊട്ട ജോണിയായിരുന്നു. ചിഞ്ചു, വില്ലംബ്രോ എല്ലാരും അവിടെ നിന്ന് തന്നെ. എല്ലാരും അവിടുത്തെ RP പ്ലേയേഴ്സ് അല്ലായിരുന്നോ?
ഓക്കെ ഇപ്പൊ ആർക്ക് സംസാരം ഇല്ലാത്തോണ്ട് അത് കുറഞ്ഞത്. T47 versus PGA. T47 അസെൻസിയോ ഇറങ്ങി അടിക്കുന്നുണ്ട് ഡാർക്ക്. ഓക്കെ അസെൻസിയോക്ക് വണ്ടി തിരിച്ചു കൊടുക്കുന്നു. കക്കാശി അവരുടെ ഒന്നും ഞാൻ RP എങ്ങനെ കണ്ടിട്ടില്ലടാ. ഞാൻ അവരുടെ PvP വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കുത്തി ഞാൻ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു ഇവരുടെ വാറായോണ്ട് അഡ്മിൻ കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തോ ഇട്ടുണ്ടെന്നു. മറ്റേ ഗെയിം ഓടുമായിരുന്നു. അത് ഞാൻ ഗെറ്റ് ചെയ്തു. ഞാൻ കുറച്ച് പതുക്കെ പറയട്ടെ, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടെ. പിന്നെ രാത്രി 1:30 വലിയ കമന്റർ പറഞ്ഞാൽ അടി കിട്ടൂലേ. ചേട്ടാ മുട്ട ചീഞ്ഞു പോയല്ലോടാ, എന്തൊരു കഷ്ടമെന്ന് നോക്കി. KV versus CG ആണോ? അല്ല T47 versus CG. എടാ ഇത് മറ്റേ കറുത്തമുത്ത് സീരിയലിലെ പെണ്ണല്ലേടാ? ഇവന്റെ DP-യില് T47 1 2 3 4 5 6 ഡോർക്കി ഇല്ല താഴെ. അവന്റെ നോക്കിയാണ് ഡോർക്കി താഴെ. ഹൈവേ ഏരിയ അവന്റെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിച്ചു തരാം കേട്ടോ. അവന്റെ മറ്റേ ഇത് നാക്കിന്റെ തുമ്പത്ത് നിക്കുവാടേ. എന്റെ ചന്ദ്രനെ ആരെങ്കിലും കണ്ട ബ്രോ? അവൻ കുറച്ച് ദിവസം ഇനാക്റ്റീവ് ആയിരിക്കും ബ്രോ. അവന്റെ ചേട്ടന്റെ കല്യാണോ, അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കില്ല. TG കളിച്ചോണ്ടിരിക്കുന്നത് T47 അത് നല്ല രീതിക്ക് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ TGയുടെ ഒരു വെഹിക്കിൾ അഖിൽ ജോഡിന്റെ വണ്ടി ഒറ്റക്കിട്ട് നല്ല രീതിക്ക് ഒരു ഫയറിംഗ് നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് TGയുടെ ഭാഗത്തേക്ക്. T47 സൗണ്ട് എടുക്കാനും വയ്യ, കമന്ററിയും ചെയ്യണം. വീട്ടിലത്തെ സീനല്ലേ ജോക്കി. അഖിൽ ജോഡിന്റെ വണ്ടി വീണ്ടും ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട് ഇവിടെ. ആ വണ്ടിയിൽ അവൻ ഒറ്റയ്ക്കേ ഉള്ളല്ലേ അഖിൽ ജോഡ് ആ വണ്ടിക്ക്. ഓക്കെ ബാക്കി TGയുടെ വെഹിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. T47 മാധവനുണ്ടി ഇവര് 3 പേര് ഓപ്പൺ ചെയ്തിട്ടാണ് കളിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ TJ ജോസുട്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ജോസുട്ടി ഇത് ബൂമറിന് നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് നല്ല കൂടുതലാണ്. ബൂമർ അസെൻസിയോ ഓക്കെ ബൂമർ, പക്ഷെ ബൂമർ കവറായിട്ട് കിടിലും കവറായിട്ട് വന്നു. ഓക്കെ TJ ഇതേ ഓപ്പണിക്കൂടെ ഓടി കയറുന്നു. ദാമു പിപ്പിയാണ് സേവറിനെ ഡൗൺ ആക്കിയിട്ടുള്ളത്. ദാമു പിപ്പി അവിടെ ഒരു ഫസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നു. ജോഡക്സ് പിക്ക് ഒരു 1v1 അല്ല 1v1 എന്നുള്ളത് മാറിയിട്ടുണ്ട്. ബ്ലേക്ക് ഡാർക്ക് ഓക്കെ ഡാർക്ക് അങ്ങനെ ജോഡക്സ് പീക്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ TJ മേലെ കളിക്കുന്നു. ഇവിടെ ഒരു GR അടിക്കാൻ വന്ന ഒരാള് TJ റാവു ബ്ലേക്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. TJ നല്ലൊരു കിടിലൻ ഫൈറ്റ് ആണ്. അടുത്ത് വെക്കെടുത്ത് ഒരുത്തും വീണിയൊത്ത് ഉക്കറോക്കി വീണിയൊത്ത് പാലത്തിന് വേണ്ടി താഴെ വീണ്. ഇതെന്താ ആരെ വീഡിയോ സേവിയറോ? ഇടിച്ചല്ലോ അടുത്ത PvP വാൻ ലോഡിങ്. എനിക്ക് POV ഇല്ലെന്ന്. എന്തുവാ സംഭവിച്ചത്? ഹോൾഡ് മറ്റേ വിളിച്ച ആളോട് വരാൻ പറഞ്ഞു. என்ன அட்மின் கிக் பண்ணிட்டான்டா. ഹോൾഡ് ഇട്ടിട്ട് ഓടി പോവല്ലേ TJ. അല്ല അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയാം. நேத்து என்ன அட்மின் கிக் பண்ணிட்டான்டா. എന്തിനു കോച്ച്? நான் சும்மா ஃப்ரீ ஃபயர் அடிச்சுக்கிட்டே இருந்து வந்துட்டே இருந்தேன், விளையாடிட்டு இருந்தேன். ஓகே அப்ப அட்மின் അവിടെ ஸ்பான் ஆகி அட்மின் செத்து போய் நான் என்ன பண்றது, நான் சும்மா வெடி வச்சு ரோல் பண்ணிக்கிட்டு மூவ்மெண்ட்ஸ் பிராக்டிஸ் செய்துட்டு இருந்தேன். அவன் അവിടെ வந்து செத்து போயிட்டு என்ன கிக் பண்ணிட்டு போயிட்டா. അതെന്തിനാ കിക്ക് ചെയ്ത് ചോദിക്കണമല്ലോ. அது കാണവേ ഇല്ല, ഏത് അഡ്മിൻ കൂടെ അറിയില്ല എനിക്ക്. ഈ ഒരു സ്പെക്ക് കാരണം ഒന്നെങ്കിൽ നാളെ T47 അല്ലെങ്കിൽ TG സിറ്റുവേഷൻ ആയി വരും. അത്
എല്ലാത്തിനും നമുക്ക് ഒരു കാരണമില്ലേ. ഞാൻ അങ്ങനെ സ്വെക്ക് ചെയ്യാറുണ്ടോ ഏതെങ്കിലും വാറ് രാത്രി ഇന്നത് സ്വെക്ക് ചെയ്തെങ്കിലും അങ്ങനെ കൊണ്ടൊരു കാര്യം ഉണ്ടല്ലോ. ഏത് വരട്ടെ. അയ്യോ ഇതിപ്പോ ഇനിമാർക്കൊന്നും ചെയ്യാമല്ലോ. മാര് 4 പേരേ ഉള്ളൂ. മാര് 16 പേരുണ്ട്, 15, 19, 12 പേരുടെ ഉണ്ട്. TJ തോറ്റോ? TJ 4 പേര്. ആ ഇവന്മാര് TJ 4-5 പേരെന്തോ ഉള്ളു. എനിക്ക് അപ്പഴേ തോന്നിയത് എന്താ പെട്ടെന്ന് ഒരു സെക്കൻഡ്. അയ്യോ പക്ഷെ ഇതൊന്നല്ല സംഭവിക്കാൻ പോകുന്നത്. ഇത് ജോക്കിയെ കൊണ്ടുപോയുള്ള സിറ്റുവേഷൻ ആണെന്ന്. അതെ. അയ്യോ ഇതെന്തായാലും ഇവര് തോറ്റടെ. ഇവര് തോക്കും. ഇവര് ഇനി ഇതായത് കണ്ടോ 1, 2, 3, 4, 5 പേരേ ഉള്ളൂ. പുള്ളിയാണെ പാലത്തിൽ നിന്ന് വീണ് തലയും പൊട്ടിയിരിക്കുക. എന്ത് 2 അടിക്ക് തന്നെ ചാവും. ഹോൾട്ട് ചെയ്യുന്ന സമയത്ത് ഇവര് അവിടെ നിന്നിടത്ത് തന്നെ വാറ് തുടങ്ങുമോ? നിന്നിടത്ത് തന്നെ വീണ്ടും അടിക്കണം? ഇല്ല, 2 പേരെ വണ്ടി എടുത്ത് 2 ഇവിടെ പോവാ, 2 സൈഡിൽ പോവാ. എന്നിട്ട് അവിടുന്ന് വീണ്ടും 3, 2, 1 പറയും. അപ്പൊ കളിക്കണം. ഈ ഒരു വാർ ഇവരുടെ കയ്യിൽ നിന്ന് പോകാനുള്ള മെയിൻ കാരണം കേസ് ആ പാലത്തിന്റെ അടിയിൽ ആ ഒറ്റ വണ്ടി കുത്തിയതാണ്. റൈറ്റ് സൈഡിൽ ഇതാ ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഒരു വണ്ടി കുത്തിയില്ലേ, ആ വണ്ടിയാണ് സീനായി പോയത്. കാരണം ഇവര് ഓൾറെഡി സ്പ്ലിറ്റപ്പ് ആയിരുന്നു ഇവിടെയും ലെഫ്റ്റിലായിട്ട്. നമ്മൾ വെളിയിരുന്ന് ഇങ്ങനെ താളം പറയാൻ ഭയങ്കര എളുപ്പമാണ്. കളിക്കുമ്പോ വരുന്ന കൺഫ്യൂഷൻസ് അതൊക്കെ. ഞാനിന്ന് മറ്റേ ഭയങ്കര പാടാണ്. ഇവര് 8 പേരുണ്ടോ? 8 പേരുണ്ടോ അവര്? 3, 4, 5, 7 EVX അത്യാവശ്യം സെൻസിബിൾ ആയി കളിക്കും. സിറ്റുവേഷൻ എടുക്കണം നൈസ് ആയിരിക്കും. എടാ EVXനൊക്കെ നമ്മൾ ഓൾറെഡി അടിച്ചടാ. EVXനെ 2 വട്ടം അടിച്ചു. ഇപ്പം EVX ആയിട്ട് 2 വട്ടം സിറ്റുവേഷൻ കഴിഞ്ഞു ഓൾറെഡി നമുക്ക്. എന്റെ വണ്ടിയാണ് EVXനൊക്കെ 2-3 വട്ടം ഒന്നും അടിച്ച്. 2-3 വട്ടം. നമ്മൾ ഒരു വട്ടം ഫ്ലോലെസ് അടിച്ചായിരുന്നു EVXനെ. മോശം ടീമാണെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളന്ന് നന്നായിട്ട് പെർഫോം ചെയ്ത്. EVXനൊക്കെ നമ്മൾ അടിച്ച്. നമ്മുടെ കോച്ചിന്റെ തേൻ പറക്കിക്കൊണ്ട് പോയതിന് പറക്കിട്ട് അടിച്ചില്ലേ? இன்னைக்கும் தேன் பொறுக்கிட்டு போயிட ஒருத்தன் என்கிட்ட திருடிட்டு போய் அது ஆறு நான் கண்டுபிடிச்சு பாருங்க. കോച്ച് നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് സേഫ് ആയിട്ട് വെച്ചൂടെ? அடையா நான் கராஜ்ல போயிட்டு வைக்கும் போது அவன் வந்து தப்பிட்டு போயிடும்டா. പറ്റൂലേ പ്ലീസ്? நான் இல்ல நான் உனக்கு கேங் ஹவுஸ் எடுத்துட்டு வந்து உனக்கு கக்கூஸ் கழுவு വിടാമ വിട മാട്ടேன். ഓൾഡ് ജെഞ്ചി ആണ്. എടാ അറിയാം അവന്മാര് ജെഞ്ചി ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ അടിച്ച് ഓർമ്മയില്ലേ? കൺസൈൻമെന്റിനും അടിച്ചിട്ട് അതും കഴിഞ്ഞ് വാറും അടിച്ച് എന്തൊക്കെ അടിച്ച് അതും അടിച്ച്. അത് കഴിഞ്ഞിട്ട് അവര് EVX ആയതിനു ശേഷവും നമ്മൾ 2-3 സിറ്റുവേഷൻ എടുത്ത്. Nowadays we making some mistake in war. ബ്രോ ഞാൻ നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് പറഞ്ഞത് ശരിയാണ്. അത് മിസ്റ്റേക്സ് ഉണ്ട്. എന്താ പ്രശ്നം ഞാൻ പറയട്ടെ നിങ്ങൾക്ക്. നമുക്ക് റെഗുലർ ആയിട്ട് PvP സിറ്റുവേഷൻ ഇല്ല. അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം ഇപ്പം. അതായത് PvP പ്ലേയേഴ്സിന് ആഴ്ചയിൽ 1-2 വാറാണ് മെയിൻ ആയിട്ട് ഇപ്പൊ വരുന്ന പ്രശ്നം. അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഇതില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് PvP സിറ്റുവേഷൻസ് ഭയങ്കര കുറവാണ്. കണ്ടിന്യൂസ് ആയിട്ട് PvP വരുന്നില്ല. ടർഫ് ഇനാക്റ്റീവ് ആണ്, ബോഗ് ഇനാക്റ്റീവ് ആണ്, ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് സിനർജി വരാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. വേറെ സിറ്റി എന്ന് പറഞ്ഞാലും വേറെ സിറ്റിയിലും ആക്റ്റീവ് ആയിട്ട് PvP പ്ലേയേഴ്സ് ഉള്ള സിറ്റുവേഷൻ ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ PvPക്ക് വേണ്ടിയിട്ട് മാത്രം ഏതെങ്കിലും ഒരു സിറ്റി നോക്കണം. പക്ഷെ ഈ വെളിയിൽ പോയി ഉണ്ടാകുന്ന അനാവശ്യ ഇഷ്യൂകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാത്തത്. അങ്ങനെ ആണെങ്കിൽ പോലും ഞങ്ങളിത് ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്ന് സംസാരിച്ചിട്ട് TVയുടെ സൈഡിൽ നിന്ന് ഒരു ഇവന്റ് നടത്തിയാലോ എന്ന് വിചാരിക്കുമോ ഞങ്ങള്. മറ്റേ PUBG പോലെ ഓപ്പൺ വേൾഡ് PUBG പോലത്തെ മറ്റേ എല്ലാരും ചെയ്യുന്ന പോലത്തെ ഒരു ഓപ്പൺ വേൾഡ് ടൂർണമെന്റ് നടത്തിയാലോ എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്. ഇവന്മാരവിടെ കുത്തി ഇറങ്ങി അടിക്കുവാണോ? ഉക്കർ വീഡിയോ അവിടെ ഒരു വീഡിയോന്റെ ഇത് കാണിച്ചു. പക്ഷെ
നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ VDM തല്ല് PvP ബാന് എല്ലാം കഴിയുമ്പോഴത്തേനും നാളെ വൈകുന്നേരം ആവും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്കേ